ഹായ് വ്യൂവേഴ്സ്. ഞാൻ കുറച്ച് നാളായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കൃഷിയെ സംബന്ധിച്ച ചില വീഡിയോസ് എല്ലാം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ബ്രേക്കിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിന് വെളിയിലുള്ള ഒരു ചെറിയ ആ, കോ- കോവൽ കൃഷി പന്തലിൻ്റെ കൃഷി പടർത്തിയിരിക്കുന്ന പന്തലിൻ്റെ താഴെയാണ്. ഈ കോവൽ ഞാൻ നട്ട് വളർത്തിയിട്ട് ഏകദേശം ഒരു 4 വർഷം 5 വർഷമായിട്ടുണ്ട്. അത് ഇപ്പോൾ വളരെ വലിയ തണ്ടായി മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ തണ്ട്. വളരെ വലിയ തണ്ടായി മാറിയിരിക്കുന്നു. ഇത് വളർന്ന് വർഷക്കാലമാകുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ വെട്ടി പിന്നെയും അത് പടർന്ന് ധാരാളം കോവയ്ക്ക ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ധാരാളം കോവയ്ക്ക നമ്മൾ പല നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുകൂടാതെ വെജിറ്റബിൾ ഓർഗാനിക് ഷോപ്പുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ധാരാളം ഇത് കിട്ടുന്ന കായ് കിട്ടുന്ന ഒരു ഇനമാണ് ഇത്. വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കോവലാണ്. വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അവർ വീണ്ടും അവർ പറയും അവർ കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്ര നല്ലൊരു ഇനമാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ അതുകൂടാതെ പാവൽ വളർത്തി. ഇതെല്ലാം ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു നൈലോൺ റോപ്പ് കെട്ടിയിട്ടുണ്ട്. ആ റോപ്പിലാണ് ഇത് വളർത്തുന്നത്. ഞാൻ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു നൈലോൺ റോപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വളർന്നു വരുന്ന, ഞാൻ പ്രത്യേകിച്ചൊന്നും നടാറില്ല. ഞാൻ കഴിക്കുന്ന പച്ചക്കറി ആയാലും പഴങ്ങളായാലും അതിൻ്റെ വിത്തുകൾ മണ്ണിലിടും. അവിടെ നിന്ന് വളർച്ചു വരും. അങ്ങനെയാണ്. ഇപ്പോൾ കുമ്പളം ഉണ്ടായിരുന്നു. കുമ്പളം ഒരു 40 കുമ്പളം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാവൽ കയറിയിട്ടുണ്ട്. പാവലും കോവലും എല്ലാം മിക്സായിട്ടാണ്. നമ്മളങ്ങനെ ഒരു ഓർഗനൈസ് രീതിയിലൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഇത് വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ഞങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എൻ്റെ വീഡിയോ കാണുക. ഓക്കെ. ഇത് പന്തലാണ്. പന്തലിൻ്റെ ഉൾവശത്തു നിന്ന് നേരത്തെ കാണിച്ച പോലെയുള്ള ഇതാണ്. പന്തലിൻ്റെ സൈഡിൽ ഒരു പപ്പായ നട്ടിട്ടുണ്ടായിരുന്നു. ആ പപ്പായ നിറയെ വലിയ കായകളുണ്ടാവുന്നു. നല്ലൊരു പപ്പായയാണ്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത് നൈലോൺ നെറ്റാണ്. നൈലോൺ റോപ്പല്ല, നൈലോൺ നെറ്റാണ്. നൈലോൺ നെറ്റ് ഇത് സ്റ്റീലിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അത് പെർമനൻ്റായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരോ ഇനം പച്ചക്കറികൾ വരുമ്പോഴും അതിൽ പടർത്തും. അപ്പോൾ പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഉണ്ടോ. വലിയ പാവയ്ക്ക, നല്ല നീളമുള്ള പാവയ്ക്കാണ്. പാവയ്ക്ക ഉണ്ടോ, പാവയ്ക്ക. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല. ഇതിനകത്ത് പാവയ്ക്കുണ്ട്, കോവലുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ 2, 3, 4 കിലോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളും കൊടുക്കും. ഓർഗാനിക് ഷോപ്പുണ്ട്. ഓർഗാനിക് ഷോപ്പിൽ അവർക്ക് സ്ഥിരം ഞാൻ നമ്മുടെ കോവൽ കൊടുക്കുമ്പോൾ പല ഡിമാൻഡുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതാണ്. എനിക്കിപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു 60-70 രൂപ തരാറുണ്ട് ഓർഗാനിക് ഷോപ്പിൽ. കാരണം അത് പ്യുവർ ഓർഗാനിക് ഷോപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. നമുക്കൊരു ടൈം പാസുമാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. നമ്മൾ പച്ചക്കറി വേസ്റ്റും ചാണകപ്പൊടി അങ്ങനെയുള്ള ഇടും. പിന്നെ ഈ കട്ട് ചെയ്യുന്ന ഇലകളും എല്ലാം പച്ചിലവെള്ളങ്ങളും എല്ലാം ഇടുക എന്നാണ്. ഈ കോവലിന് നല്ല ഹൈബ്രിഡ് ക്വാളിറ്റിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കൂടുതൽ പഴുക്കാൻ അനുവദിക്കരുത്. ഒരു മീഡിയം വളർച്ച വരുമ്പോൾ പോകുക, അപ്പോഴാണ് നല്ല കൂൾ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ പന്തൽ കൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള സ്പേസിൽ ഞാൻ ഇതുപോലെ നൈലോൺ റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ ഞാൻ അതായത് ടൈൽസ് ഇട്ടതിൻ്റെ സൈഡിൽ ഒരു 2 അടി 1.5 അടി ഹൈറ്റിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. അവിടെ മണ്ണും ഈ പറഞ്ഞിരിക്കുന്ന വളവും ചവറും എല്ലാം ഇടും. അപ്പോൾ അതിനകത്ത് കൊണ്ടിടുന്ന ഈ പഴവർഗ്ഗങ്ങളും വേസ്റ്റും കാര്യങ്ങളും ഇടും. അതിൽ നിന്ന് മുളച്ച് വരും. നല്ല പ്രത്യേകിച്ച് തൈ വാങ്ങിച്ചൊന്നും നടാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ പന്തൽ കണ്ടറിയാം, നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉണങ്ങിയ ഇലകൾ അതിൻ്റെ ഉള്ളിൽ, പക്ഷേ അതിൻ്റെ മുകളിൽ നല്ല പുതിയ ഇലകൾ വരുന്നത്. മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഏരിയൽ വ്യൂ എടുത്ത് നല്ല ഗ്രീനറിയാണ്. നിറയെ പൂവ് ഉണ്ടായിട്ടുണ്ട്. കോവലിൻ്റെ പൂവ് നിറയെ കായ്കളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു രസമാണ്. നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഈ വീടിനുള്ളിൽ എപ്പോഴും നമ്മുടെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഇങ്ങനെ നമുക്ക് പ്രായത്തെക്കുറിച്ചൊന്നും ഒരു ചിന്ത പാടില്ല, അസുഖത്തെക്കുറിച്ചൊന്നും പാടില്ല. നമ്മളിതിനെ ചെടികളെയൊക്കെ സ്നേഹിച്ചിരിക്കുക. കാരണം ഇപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് പറ്റില്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ പോയിരുന്ന നല്ല സുഖമാണ്, കാറ്റും കിട്ടും നല്ല. അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരം വൃത്തിയായി കിടക്കും. വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യും. ഞങ്ങൾ വേസ്റ്റ് എല്ലാം ഞങ്ങൾ കോർപ്പറേഷനിൽ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളിങ്ങനെ ഫ്രഷ് വെജിറ്റബിൾ കട്ട് ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇടും.
ചാണകപ്പൊടി ഇടും, കഞ്ഞിവെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പാവയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില പ്രാണികളുടെ ശല്യത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ കളയും, അത്രേ ഉള്ളൂ. ഉണ്ട് അപ്പോൾ ഇത് ഒരു പ്രാണി കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന എന്നാലും അവശേഷിക്കുന്നത് നമുക്ക് മതി. അല്ലാതെ നമ്മളതിനകത്ത് യാതൊരുവിധ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ യാതൊരുവിധ കെമിക്കൽസോ അടിക്കാറില്ല. പുഴുവരളി എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ അടിച്ചിട്ടില്ല. നാട്ടിലാണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ ഞാൻ അടിക്കാറില്ല. ഉള്ളത് മതി. ഇപ്പോൾ ഒരു 10 പാവയ്ക്കാണെങ്കിൽ 2-3 കിട്ടിയാൽ ദാറ്റ് ഇസ് ഗുഡ്, അത്രേ ഉള്ളൂ. ഉണ്ട് ഇതാണ് ഇതുപോലെ ഇഷ്ടംമാതിരി ഇനിയും മുളച്ച് വരുന്നുണ്ട് ഈ പാവൽ. പിന്നെ അതിൻ്റെ അടി സൈഡിൽ ഇവിടെയുണ്ട് കരുവേപ്പില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിറയെ പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഈ പാവയ്ക്ക നിങ്ങൾ ഈ കറുത്ത പാവയ്ക്കാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്, വളരെ അയൺ കണ്ടൻസ് കൂടുതൽ ഉള്ള ഒരു പാവയ്ക്കയാണ്. ചില പാവയ്ക്ക വെളുത്തിരിക്കും, കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ കറുത്ത പാവയ്ക്ക തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തണ്ട് കാണിച്ചു തരാം. ഈ തണ്ടിൽ കണ്ട, ഇതാണ് തണ്ട്. വളരെ വലിയ ഇപ്പോൾ ഈ 2-4-5 വർഷമായെന്ന് തോന്നുന്നു, 4-5 വർഷം. ഇപ്പോൾ പല പ്രാവശ്യം കട്ട് ചെയ്ത ശേഷം ഫ്രഷ് ഇല വരും. എന്നിട്ട് നോക്കൂ താഴെ ഇതാണ് വേണ്ട പോഷണി ഇല കിട്ടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് വലിയ നമുക്കൊരു ചിലവൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തൊരു മാവ് നട്ടിരുന്നു, ഇപ്പോൾ ഒരു 5-6 വർഷമായി. ഇപ്പോൾ നന്നായിട്ട് വലുതായി വരുന്നുണ്ട്, അതിനും വളമിടാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം പാസ്. റിട്ടയർമെൻറ്റ് ലൈഫിൽ ഒരു സീനിയർ സിറ്റിസൺ ആയാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്താൽ മറ്റുള്ള നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇത് പാവലുണ്ട്, നിറയെ പാവയ്ക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട്. നൈലോൺ റോപ്പാണ്, അതുകൊണ്ട് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടില്ല, മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പപ്പായ വന്നില്ല, പപ്പായക്ക് കേട് വന്നിരുന്നു. ഇപ്പം മുകളിലോട്ടുള്ള ഭാഗം വന്നിട്ട് ഇത് ഒരു സുരിനാം ചെറി എന്ന് പറഞ്ഞ ഒരു ചെറിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടംപുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. അത് ഞാൻ നട്ടിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. അത് വലുതായി വരുന്നുള്ളൂ. അത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് വലുതാകുമ്പോൾ അതിനകത്ത് ചുവന്ന കാരക്കപ്പഴം പോലുള്ള നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേറെ എന്ത് കഴിച്ചാലും മധുരമാവും. അങ്ങനെ അതുകൊണ്ടാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ചെറുനാരകം. കുറേ വർഷങ്ങളായതാണ്. ഇപ്പോൾ കിടച്ചൊക്കെ നല്ലവണ്ണമായി. പക്ഷേ ചെറുനാരകം ഒരു 10 വർഷമൊക്കെ ആയാലും ഉണ്ടാവുള്ളൂ. അതല്ല, കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. വീടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പപ്പായ. നിറയെ കായ പോലെ ഒരു പപ്പായ തന്നെ ഒരു 5 കിലോ ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിലൊരു വലിയ പപ്പായ കിടന്നുണ്ട്. ഒരു പപ്പായ ഞങ്ങൾ എടുത്തു. 4-5 പപ്പായ പഴുത്ത് കഴിച്ചു. അതിൽ മരത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ട് ഇപ്പോൾ 1-2 പഴുത്ത് വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ റെഡ് ലേഡി ടൈപ്പിലുള്ള അല്ലെങ്കിലും നല്ല ഫ്രൂട്ട് മഞ്ഞ കളറാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്, വെരി ടേസ്റ്റി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഇത് ഒരു മാവും തൈ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു ഫ്രൂട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഹോമിയോ മരുന്ന് കിട്ടിയായിരുന്നു. അത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ചെടികളുടെ വളർച്ചയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഞാനിവിടെ ഒരു അബിയു ഫ്രൂട്ട് പ്ലാന്റ് ഭയങ്കര തഴച്ച് വളർന്നിരുന്ന സംഭവം. അതെന്തോ അടിക്കേട് വന്ന് അത് ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ആ മരം അതിൻ്റെ സ്റ്റെം വെട്ടിക്കളഞ്ഞില്ല. അതിങ്ങനെ അപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി. ഒരു 3-4-5 പാവൽ അതിൻ്റെ താഴെ നട്ടു. അതിപ്പോൾ വളർന്ന് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. ഇപ്പോൾ കുറേ പാവയ്ക്ക് ഉണ്ടായിട്ട് ഇന്നലെ ഒരു പാവയ്ക്ക് പറിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയുടെ ഭംഗി മാറും. ഇനിയിപ്പോൾ ഈ ചെടി പോയ ശേഷം വേറെ എന്തെങ്കിലും പടർത്തുന്ന പച്ചക്കറി നടാൻ പറ്റും. അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, തക്കാളി നടാം. അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് നല്ല വലിയ പ്ലാന്റായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പൂത്ത് തുടങ്ങിയതാണ്. പക്ഷേ അതെങ്ങനെ നശിച്ചുപോയി, ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഇന്നലെ ആ ചെടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല. എൻ്റെ സ്റ്റെമ്മും ബ്രാഞ്ചസ് നിർത്തിയിട്ട് ബാക്കി ഉണങ്ങിയ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. കാണാനൊരു ഭംഗിയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഫ്രൂട്ടായിട്ട് കുറേ നല്ല തടസ്സം വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ഇത്. പിന്നെ ഞാൻ ഇത് ശരിക്കും ഞാൻ നേരത്തെ ചട്ടിയിൽ വെച്ചിരുന്ന ഇതാണ് കുറ്റിക്കുരുമുളക് എന്ന് പറയും. നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 1/2 കിലോക്കാൽ കൂടുതൽ കിട്ടിയായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് മണ്ണിലേക്ക് പറിച്ചു വെച്ചു. ഇപ്പോൾ മണ്ണിലും നന്നായിട്ട് എല്ലുപൊടിയും ചാണകമൊക്കെ ഇട്ട് നല്ല തഴച്ച് വളരുന്നുണ്ട്. അത് തിരിയിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഇത് നമ്മുടെ വീടിൻ്റെ കാർപോർട്ടിൻ്റെ സൈഡിലുള്ള പ്ലോട്ടിൽ ടയൽ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ പോർഷനാണ്. അപ്പോൾ അവിടെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കുറ്റിക്കുരുമുളകാണ്, പടർന്ന് പന്തലിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനൊരു കാര്യം. പിന്നെ അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ സൈഡിൽ ഇവിടെ നേരത്തെ ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു. ഒരു പീരീഡിൽ ഞങ്ങൾ ഇതായിരുന്നു ഫാഷൻ ഫ്രൂട്ട്. കുറേ അധികം ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി. പിന്നെ അത് വെട്ടിക്കളഞ്ഞ ശേഷം അതിൻ്റെ വിത്തുകൾ വീണ്ടും മുളച്ചതാണ്. അതും ഞാനിപ്പോൾ വീടിൻ്റെ സൈഡിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ നെറ്റിൽ പടർത്തുവാണ്. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊരു ഗ്രീനറി ഉണ്ട്. നമുക്കൊരു കുറച്ചൊരു
നല്ല ഓക്സിജൻ കിട്ടുകയും ചെയ്യും, തണവ് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കുറച്ച് മണ്ണ് ടയർ കഴിഞ്ഞിട്ട് ഒരു റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ദിസ് ഇതാണ് ലൂബിക്ക എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. നല്ല പഴുത്ത് നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കും. അത് അച്ചാറുണ്ടാക്കാൻ കൊള്ളാം. ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഗ്രേപ്സ് ജ്യൂസ് പോലെ ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ച് കൊണ്ടുവന്ന് പിടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അതും വലുതായി പ്രാവശ്യം കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. അല്ലെങ്കിൽ വലിയ മരമായി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹൈബ്രിഡ് ഇതാണ്, ചിക്കുവാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കായ ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞോട്ടെ ഈ ഫ്രൂട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഹോമിയോ മെഡിസിൻ, അത് ഇപ്പോൾ നിറയെ എല്ലാ ശിഖരങ്ങളിലും നിറയെ പൂവും കായും വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നല്ല രസമായിരിക്കും. അപ്പോൾ കണ്ട പൂവും കായൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ്. ആ ഹോമിയോ മെഡിസിനിൽ ഫ്രൂട്ട് പ്ലസ് അവർ പറഞ്ഞു വളരെ നല്ലൊരു ഇതാണ്. പല ആൾക്കാരും അതിനകത്ത് വീഡിയോയിൽ അവരവിടെ ഇതിട്ടുണ്ടായിരുന്നു, റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചപ്പോൾ അതേ നോക്കണ്ട ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ. ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഒരു ഇതാണ് കറിവേപ്പ് കൊണ്ട് തേങ്ങയിട്ടതാണ്. അതും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് നമ്മളുടെ റിട്ടയർമെൻറ്റിൽ. അതൊരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താല്പര്യമുള്ള പല ആൾക്കാരും ഞാൻ കുറേ ഓർഗാനിക് അല്ല കൃഷിയുടെ കാര്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, എങ്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും.